നമ്മളങ്ങനെ സർവം മായ എന്ന് പറഞ്ഞ സിനിമ കണ്ടു. അടിപൊളി പടം കേട്ടോ. കുറെ നാളായി ഇങ്ങനൊരു പടം കണ്ടിട്ട്. നല്ല ഫീൽ ഗുഡ് പടം. പ്രത്യേകിച്ചും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ് നിവിൻ പോളി. നിവിൻ പോളിയുടെ വടക്കൻ സെൽഫി ആണെങ്കിലും അതിലെ കുറച്ച് ഡയലോഗ്സ് ആണെങ്കിലും നമുക്ക് പിന്നെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മടുക്കില്ല. പുള്ളിയുടെ കുറച്ച് എക്സ്പ്രഷൻ ഉണ്ട്. പുള്ളിക്ക് മാത്രം പറ്റുന്ന കുറച്ച് പരിപാടിയുണ്ട്. അത് ഇതിലും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത്, ഈ പടത്തിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ പടത്തിന്റെ പേരിനോട് 100% നീതി പുലർത്തിയിരുന്ന ഒരു സിനിമയാണ് സർവമായ. കാരണം സത്യൻ അന്തികാടിന്റെ പടങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അന്തികാടിന്റെ പടങ്ങളിലെല്ലാം ആ പേരുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് പുള്ളിയുടെ മക്കളുടെ പടങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞപ്പോൾ അനൂപ് സത്യൻ സംവിധാനം ചെയ്ത വരനാവശ്യമുണ്ട്, അഖിൽ സത്യൻ സംവിധാനം ചെയ്ത പാച്ചുകൽപ്പിതവൾക്ക്, ഇപ്പോ പുള്ളിക്കാരൻ സംവിധാനം ചെയ്ത സർവമായ, ഇതിലൊക്കെ എന്താ പറയാ, കഥയും അതേപോലെ തന്നെ ആ പേരും തമ്മിൽ ഭയങ്കര കണക്ഷൻ ആയിരിക്കും. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സ്, പുള്ളിക്കാരൻ ഡിഫൈൻ ചെയ്യുന്ന മെയിൽ ക്യാരക്ടേഴ്സ്, ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഒക്കെ തമ്മിലുള്ള ഒരു ബോണ്ട്, ഇമോഷണൽ കണക്ഷൻ ഒക്കെ അടിപൊളിയാണ്. ഒരുപാട് ചിരിക്കാനുള്ള പടം എന്നൊന്നല്ല, ഒരുപാട് സൂപ്പർ പടം എന്നല്ല, പക്ഷെ ചിരിക്കാനുണ്ട് ഈ പടത്തിൽ. കാരണം സിറ്റുവേഷനിൽ കോമഡി, പിന്നെ എന്താ പറയാ, നമുക്കൊരു കോമഡിക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കണ ഒരു സീനല്ല, പക്ഷെ ആ സീന് കൊണ്ട് കോമഡി ആയി പോകണതും പിന്നെ നിവിന്റെ കുറച്ച് സാധനങ്ങളും എല്ലാം കൂടി മിക്സ് ആകുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അതാണ് ഈ പടം. പിന്നെ എന്താ പറയാ, ഇതിലെ നായിക എടുത്തു പറയണം, പുള്ളിക്കാരത്തി സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പുള്ളിക്കാരത്തി കൺവേ ചെയ്യുന്ന ഇമോഷൻസ് ഒക്കെ കൃത്യമായിട്ട് വർക്ക് ആയിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരത്തി പറയണ കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ട്, പ്രത്യേകിച്ചും ലാസ്റ്റ് പോർഷനിലൊക്കെ പുള്ളിക്കാരത്തിയുടെ കുറച്ച് ഇമോഷണൽ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ പടം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കാണാം. തിയേറ്ററിൽ കണ്ടാലാണ് നിങ്ങൾ ചിരിക്കുള്ളൂ. ടി വിയിലോ OTT കാണുമ്പോൾ നിങ്ങൾ ചിരിക്കില്ല. കാരണം അതിനുള്ള പടമുണ്ട്. നിങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് കുറച്ച് എന്താ പറയാ ഒരു നന്മയുള്ള സിനിമ എന്ന് പറയില്ലേ, മലയാളത്തിന്റെ നന്മയുള്ള ഒരു സിനിമ, അതാണ് സർവം മായ.